ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യയിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയെടുത്ത ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ഒരു മനുഷ്യന് ഇത്രയധികം ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. മൂവിയുടെ തുടക്കത്തിൽ തന്നെ തലതിരിഞ്ഞ് ടിവിയിലൂടെ കോടീശ്വരം പരിപാടി കാണുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ കാണിക്കുന്നത്. ഇവനാണ് നമ്മുടെ മൂവിയിലെ നായകൻ. പ്രേം എന്നാണ് ഇവന്റെ പേര്. ആ ഹോസ്റ്റ് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും പ്രേം നന്നായിട്ട് ഉത്തരം പറയുന്നുണ്ട്. ഈ മണ്ടന്മാരെയൊക്കെ എന്തിനാ പിടിച്ച് പരിപാടിയിൽ കൊണ്ടിരുത്തിയിരിക്കുന്നത്? ഞാനെങ്ങാനും പോയിരുന്നെങ്കിൽ എപ്പോഴേ കോടിയുമായിട്ട് വീട്ടിൽ വന്നേനെന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രേമിന്റെ ലുക്കൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ആ വീടിന്റെ മുതലാളി അവനാണെന്ന്. എന്നാൽ ബൽബീർ സിംഗ് എന്ന് പറയുന്ന ഒരാളുടേതായിരുന്നു ആ വീട്. അയാളുടെ വീട്ടിലെ ഒരു ജോലിക്കാരൻ മാത്രമാണ് പ്രേം. പ്രേമിന് വൈഫും മകളുമുണ്ട്. രണ്ടുപേരും ഗ്രാമത്തിലാണ്. ഇടയ്ക്ക് വൈഫ് അവനെ വിളിക്കുന്നുണ്ട്. വളരെ കാര്യത്തിലാണ് അവൻ തന്റെ വൈഫിനോട് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരമെല്ലാം കഴിഞ്ഞിട്ട് അവൻ മുകളിലുള്ള ഒരു ടോയ്ലറ്റിലേക്ക് കയറി ചെല്ലുന്നു. അപ്പോഴാണ് കഥയുടെ ഗതിയെല്ലാം മാറുന്നത്. അവിടെ ആ ടോയ്ലറ്റിലാകട്ടെ ഒരു പെൺകുട്ടിയുടെ ജഡം. അവൻ നേരത്തെ തന്നെ കൊന്നിട്ടിരുന്ന പെൺകുട്ടിയായിരുന്നു അത്. ഇപ്പോൾ ചെന്ന് ആ പെൺകുട്ടിയുടെ ശരീരം കഷ്ണം കഷ്ണങ്ങളായിട്ട് മുറിക്കാൻ തുടങ്ങി. അവളുടെ രക്തം ക്ലോസറ്റിലേക്ക് ഒഴുകുന്നിടത്താണ് ഈ മൂവിയുടെ പേരെഴുതി കാണിക്കുന്നത്, സെക്ടർ 36. സീൻ അവിടുന്ന് കട്ടായിട്ട് മൂവിയിലെ പോലീസ് ഓഫീസറായ പാണ്ഡെയെ കാണിക്കുന്നു. അയാൾ അത്ര സത്യസന്ധനായ പോലീസുകാരനൊന്നും തന്നെയല്ലായിരുന്നു. നാട്ടിലെ ചെറിയ ആൾക്കാരുടെ കേസുകളൊന്നും എടുക്കാൻ അയാൾക്ക് താല്പര്യമില്ലായിരുന്നു. VIP-യുടെ കേസുകളാണെങ്കിൽ അയാൾ അപ്പൊ തന്നെ അന്വേഷിക്കുകയും ചെയ്യും. മേലധികാരികൾ പറയുന്നത് അതുപോലെ കേട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നിൽക്കുന്ന ഒരു പോലീസുകാരൻ. കൈക്കൂലിയും അത്യാവശ്യം വാങ്ങുന്നുണ്ട്. പാവപ്പെട്ടവരോടൊക്കെ അയാൾക്കൊരു വലിയ പുച്ഛമായിരുന്നു. അയാൾ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഒരാളാകട്ടെ തന്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടൊരു കംപ്ലൈന്റ് കൊടുക്കാൻ വരുന്നു. പോലീസുകാരൻ നല്ല രീതിയിൽ അന്വേഷിക്കുന്നില്ല എന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പാണ്ഡെ ആകട്ടെ ആ പാവപ്പെട്ടവന്റെ മകളെ അന്വേഷിക്കാനൊന്നും കൂട്ടാക്കുന്നില്ല. അയാൾക്ക് കുറച്ച് കാശ് കൊടുത്തിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും, മകളൊക്കെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയതായിരിക്കും, തിരിച്ചു വരുമെന്ന്. തിരിച്ചു പോകുമ്പോഴാകട്ടെ അയാൾ തന്റെ മകളുടെ ഫോട്ടോ അവിടെ ഉണ്ടായിരുന്ന ബോർഡിൽ തൂക്കുന്നുണ്ട്. അക്കൂട്ടത്തിലാകട്ടെ ഒരുപാട് കുട്ടികളുടെ മിസ്സിംഗ് കേസുകൾ ഉണ്ടായിരുന്നു. അതിനർത്ഥം അവിടെ നിന്ന് അയാളുടെ മകള് മാത്രമല്ല ഒരുപാട് പേര് കാണാതായിട്ടുണ്ട്. ഇതൊന്നും തന്നെ ഈ പോലീസുകാര് കാര്യമായിട്ട് അന്വേഷിക്കുന്നില്ല. അതിനുശേഷം അവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടികളെയാണ് നമ്മൾ കാണുന്നത്. അവരടിച്ച ബോളാകട്ടെ അഴുക്കുചാലിൽ വീണത് കാരണം അലി എന്നൊരു കുട്ടി ആ ബോൾ എടുക്കാൻ അവിടേക്ക് പോകുന്നു. എന്നാൽ അവിടെ നിന്നും അവനൊരു പാക്കറ്റ് കിട്ടുന്നുണ്ട്. അതിലൊരു കൈയും ഉണ്ടായിരുന്നു. പിന്നീട് പോലീസുകാർ അവിടേക്ക് വരുന്നു. എന്നാൽ പോലീസുകാർക്ക് അത് മനുഷ്യന്റെ കൈയാണെന്ന് പറയാൻ ഒരു താല്പര്യവുമില്ലായിരുന്നു. ഇതേതോ കുരങ്ങന്റെയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും മൃഗത്തിന്റെയോ കൈയാണെന്നാണ് അവർ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കാരണം കേസന്വേഷണത്തിനൊന്നും പുറകെ പോകാൻ അവർക്ക് വയ്യ. എല്ലാം അവിടെ വെച്ച് തന്നെ ഒതുക്കി തീർക്കണം. പാണ്ഡെ ആകട്ടെ അത് കണ്ടെത്തിയ അലിയെ വിളിച്ചിട്ട് അവനൊരു 100 രൂപ കൊടുക്കുന്നു. എന്നിട്ട് കുറച്ച് അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അതോടെ അവരുടെ അന്വേഷണം അവിടെ അവസാനിച്ചു. പ്രേം ഇതെല്ലാം തന്നെ മുകളിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ മടിയന്മാരായി ഇരിക്കുന്നിടത്തോളം കാലം തനിക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യാമെന്ന് അവന് ധൈര്യമായി. അന്ന് രാത്രി ഈ അലി എന്ന പയ്യനെ ആകട്ടെ വീട്ടുകാർ മുട്ട വാങ്ങിക്കാൻ വേണ്ടി രാത്രി കടയിലേക്ക് പറഞ്ഞു വിടുന്നു. അവൻ അതുവഴി പോകുമ്പോഴാകട്ടെ ഈ പ്രേം അവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അവന് ചോക്ലേറ്റ് കാണിച്ചു മയക്കി പ്രേം അവനെ തട്ടിക്കൊണ്ടുപോകുന്നു. അവനെ കൊണ്ടുപോയി ഒരു റൂമിൽ കെട്ടിയിട്ട ശേഷം പ്രേം അവനോട് പറയുന്നുണ്ട്, കുറച്ചുനേരം ഞാൻ നിന്റെ കൂടെ കളിക്കും, അതിനുശേഷം ഞാൻ നിന്നെ ഉറക്കും. നിന്റെ ഈ ലൈഫൊക്കെ വെറും വേസ്റ്റ് ആണ്. നിന്റെ അച്ഛനും അമ്മയും കുറച്ചു കാലം നിന്നെ അന്വേഷിച്ച് നടക്കും. അതിനുശേഷം ഒരു ഫോട്ടോ മാത്രമായിട്ട് നീ ആ ഭിത്തിയിൽ അങ്ങനെ തൂങ്ങിക്കിടക്കും. കുറച്ചു നാൾ കഴിയുമ്പോൾ നിന്റെ അച്ഛനും അമ്മയ്ക്കും വീണ്ടും ഒരു അലി ഉണ്ടാകും. അങ്ങനെ അവൻ വിവാഹം കഴിക്കുകയും അവന് കുറെ കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യും. അവരുടെയൊക്കെ ലൈഫ് മുന്നോട്ട് പോകുമ്പോഴും നീ അവിടെ ഫോട്ടോ ആയിട്ട് മാത്രം കിടക്കും. കുറച്ചുനാൾ കഴിയുമ്പോൾ അതും എടുത്ത് അവര് കളയും. അത് കാരണം നിന്റെ ജീവിതം കൊണ്ട് ഒരർത്ഥവുമില്ല. അതും പറഞ്ഞുകൊണ്ട് പ്രേം അവന്റെ കയ്യിലെ കെട്ടഴിച്ചതും അലി ആകട്ടെ ഓടി രക്ഷപ്പെടാൻ തുടങ്ങുന്നു. എന്നാൽ ഒറ്റ വലിക്ക് പ്രേം അവന്റെ തല കൊണ്ടുപോയി ഭിത്തിയിലേക്ക് എടുപ്പിക്കുന്നു. അലി തൽക്ഷണം മരിച്ചു. അതിനുശേഷം 23 വർഷങ്ങൾക്ക് മുമ്പ് ചാമ്പ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നടന്ന സംഭവങ്ങളാണ് കാണിക്കുന്നത്. പ്രേമിന്റെ അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെട്ട ശേഷം അവൻ അവന്റെ അങ്കിളിന്റെ കൂടെയാണ് താമസിച്ചിരുന്നത്. അയാളാകട്ടെ ലൈംഗികമായിട്ട് അവനെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു. അയാളുടെ ഇറച്ചിക്കടയിലാണ് പ്രേം ജോലി ചെയ്തിരുന്നത്. കടയിൽ വെച്ച് തന്നെ അയാൾ ഇടയ്ക്കിടയ്ക്ക് അവനെ ഉപദ്രവിക്കും. ഒരു ദിവസം സഹിക്കാൻ വയ്യാതെ അവനാകട്ടെ അവിടെ ഇറച്ചി വെട്ടുന്ന കത്തിയെടുത്ത് അയാളെ ഒറ്റവിട്ട്. എന്നിട്ടും ദേഷ്യം തീരാതെ അയാളുടെ ശരീരം കഷ്ണം കഷ്ണങ്ങളാക്കി നുറുക്കുന്നു. പിന്നീട് അങ്ങോട്ട് മനുഷ്യനെ വെട്ടി നുറുക്കാൻ അവൻ ഒരു പേടിയുമില്ലായിരുന്നു. അങ്ങനെ കഥ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. പ്രേം തനിക്ക് കഴിക്കാൻ വേണ്ടി ആഹാരം ഉണ്ടാക്കുന്നു. ആ സമയത്ത് ചോട്ടാലാൽ എന്ന് പറയുന്ന ഒരാളാകട്ടെ അവന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. അവൻ ആ കോള് അറ്റൻഡ് ചെയ്ത് തന്നെ ഫ്രിഡ്ജിലിരുന്ന ഒരു ബോക്സ് എടുത്തുകൊണ്ട് അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അയാൾ പുറത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. എന്നിട്ട് കോടീശ്വരം പരിപാടിയെ കുറിച്ച് അവൻ സംസാരിക്കുകയാണ്. ഞാൻ കുറെ തവണയായിട്ട് അതിൽ ട്രൈ ചെയ്യുന്നു. ഇതുവരെയും എന്നെ അവർ സെലക്ട് ആക്കുന്നില്ല. ഞാനെങ്ങാനും പോയിരുന്നെങ്കിൽ ആ മണ്ടന്മാരെക്കാൾ നന്നായിട്ട് ഞാൻ ഉത്തരം പറഞ്ഞേനെ. അവന്റെ കയ്യിൽ നിന്നും പെട്ടി വാങ്ങിയിട്ട് ചോട്ടാലാൽ അത് ചെറുതായിട്ടൊന്ന് തുറന്നു നോക്കുന്നു. കൊള്ളാലോ, ഇത് ഫ്രഷ് ആണല്ലോ എന്ന് അവൻ പറയുന്നു. ഇനി പ്രേം കൊണ്ടുകൊടുത്ത പെട്ടിയിൽ എന്താണെന്നല്ലേ? അലിയുടെ ശരീരഭാഗങ്ങളാണ്. അവന്റെ ഫ്രഷ് ആയിട്ടുള്ള ഓർഗൻസും അവന്റെ മീറ്റും. ഇങ്ങനെ കുട്ടികളെ തട്ടിക്കൊണ്ടുവന്നിട്ട് അവരുടെ മാംസം അവൻ വെട്ടിനുറുക്കി വിറ്റുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ശരീരഭാഗങ്ങളെല്ലാം തന്നെ കവറിൽ കെട്ടി അവിടെ ഉണ്ടായിരുന്ന ഓടയിലേക്ക് തള്ളും. നഗരത്തിലെ തന്നെ വലിയൊരു പ്രമാണിയായിരുന്നു ബൽബീർ. അതുകൊണ്ട് തന്നെ അയാളുടെ വീട്ടിലേക്ക് പോലീസുകാർ അങ്ങനെയൊന്നും വരാറില്ല. പ്രേമിന് ധൈര്യമായിട്ട് അവിടെ എന്തും കാണിക്കാം. ബൽബീറിന്റെ ഡൽഹിയിലെ വീട്ടിലാണ് പ്രേമുള്ളത്. ബൽബീർ ഇപ്പോൾ ഹരിയാനയിലാണ്. അയാളുടെ കൊച്ചുമകളുടെ ബർത്ത്ഡേ ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ തന്റെ കൊച്ചുമകളുടെ ഡ്രസ്സ് മാറാൻ വേണ്ടി നിർബന്ധിക്കുമ്പോൾ ആ കൊച്ചുകുട്ടി പോലെ അയാളോട്
പറയുന്നുണ്ട് അപ്പൂപ്പൻ എന്റെ ഡ്രസ്സ് മാറണ്ടെന്ന്, ഇവിടെ നിന്നും പോകാൻ. അയാളുടെ പേരക്കുട്ടി പോലും സ്വന്തം ശരീരത്തിൽ അയാളെ തൊടാൻ അനുവദിക്കാത്ത കാരണം അയാളുടെ ഒരു ക്യാരക്ടർ നമുക്ക് മനസ്സിലാകും. ശരിക്കും പ്രേമ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇയാൾക്കും അറിയാം, അതിന്റെ ഒരു വിഹിതം ഇയാൾക്കും കിട്ടുന്നുണ്ട്. ഇയാളൊരു സെക്സ് അഡിക്റ്റ് ആയിരുന്നു. പ്രേമ തട്ടിക്കൊണ്ടുവരുന്ന പെൺകുട്ടികളൊക്കെ ഇയാൾ റേപ്പ് ചെയ്യാറുണ്ട്. അതിനുശേഷമാണ് അവരെ കൊന്ന് കഷ്ണങ്ങളാക്കി മറിച്ച് വിൽക്കുന്നത്. അയാൾക്ക് ഡൽഹിയിലാകട്ടൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ചുംകി എന്നാണ് ആ പെണ്ണിന്റെ പേര്. അയാൾ ഡൽഹിയിൽ വരുമ്പോഴെല്ലാം തന്നെ ആ പെൺകുട്ടിയുടെ കൂടെയാണ് രാത്രി ചെലവഴിച്ചിരുന്നത്. അതൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. ഞാൻ ഡൽഹിയിലേക്ക് വരുന്നുണ്ടും അവളെ റെഡിയാക്കി നിർത്തണമെന്നും ഈ ബൽബീർ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ചുംകിയാണ്. ശരിക്കും ചുംകിയുടെ ഈ വേശ്യാവൃത്തിക്ക് അവളുടെ വീട്ടുകാർ തന്നെയാണ് അവളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ചുംകി ഇങ്ങനെ സ്ഥിരമായിട്ട് ബൽബീറിന്റെ അടുത്ത് പോകുന്ന കാരണം അയാൾ നല്ല കാശ് ചുംകിക്കും വീട്ടുകാർക്കും കൊടുക്കാറുണ്ടായിരുന്നു. അന്ന് അമ്പലത്തില് നാടകം നടക്കുകയാണ്. അവിടെ നമ്മുടെ പോലീസ് ഓഫീസറായ പാണ്ഡെയാണ് രാവണന്റെ വേഷം ചെയ്യുന്നത്. പരിപാടി കാണാൻ പാണ്ഡെയുടെ മകളും ഭാര്യയും വന്നിട്ടുണ്ടായിരുന്നു. ഈ പരിപാടിയുടെ ഇടക്കാണ് ചുംകിയുടെ അച്ഛൻ അയാളെ വന്ന് കണ്ടിട്ട് പറയുന്നത് തന്റെ മകളെ കാണാനില്ല എന്ന്. ബൽബീറിന്റെ വീട്ടിലേക്കാണ് ചുംകി പോയത്. ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. അവിടെയും അവളില്ല. ആ ബൽബീർ അവളെ ക്രൂരമായി റേപ്പ് ചെയ്ത് കാണുമെന്നാണ് അയാൾ പറയുന്നത്. എന്റെ മകളെ അയാൾ കൊന്നു കാണും, അയാളെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഇയാൾ പറയാൻ തുടങ്ങി. ഇതൊക്കെ കേട്ട് പാണ്ഡ്യക്ക് ദേഷ്യം വരുന്നു. ഇവിടെ എനിക്ക് സ്വസ്ഥതയില്ലയോ, ഇവിടെയും കേസുമായിട്ട് വന്നേക്കുവാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ബഹളം ഉണ്ടാക്കുന്നു. ആ നാടകം നടക്കുന്ന അടുത്തേക്ക് പ്രേമം വന്നിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും കുട്ടിയെ തക്കത്തിന് കിട്ടുവാണെങ്കിൽ തട്ടിക്കൊണ്ടു പോകാമെന്ന് കരുതി. അങ്ങനെ കുറച്ചു കഴിഞ്ഞിട്ട് പാണ്ഡ്യയാകട്ടെ തന്റെ വൈഫിന്റെ അടുത്തേക്ക് വരുന്നു. മകൾ എന്തെന്ന് ചോദിക്കുമ്പോൾ അവള് ടോയ്ലറ്റിലേക്ക് പോയി എന്നാണ് പറയുന്നത്. എന്നാൽ അവിടേക്ക് പോയ അയാളുടെ മകളെ ആകട്ടെ പ്രേം തട്ടിക്കൊണ്ടു പോകുന്നു. പാണ്ഡ്യ ഇത് കാണുന്നുണ്ട്. തന്റെ മകളെ മുഖംമൂടി ധരിച്ച ആരോ ഒരാൾ കൊണ്ടുപോകുന്നത്. പാണ്ഡ്യ നിലവിളിച്ചുകൊണ്ട് പ്രേമിന്റെ പിറകെ പോകുന്നു. തന്റെ പിറകെ പോലീസ് വരുന്നത് കണ്ടതും പ്രേം ആ കുട്ടിയെ അവിടെ ഇട്ടിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. പാണ്ഡ്യ കുറെ നേരം പ്രേമിനെ ഓടിച്ചെങ്കിലും പിടിക്കാൻ സാധിച്ചില്ല. അവൻ രക്ഷപ്പെട്ടു പോയി. ഓടിക്കെത്തിച്ച് ബൽബീറിന്റെ വീട്ടിലേക്ക് കയറിപ്പോയ പ്രേമാകട്ടെ അവിടെ ഉണ്ടായിരുന്ന കുറെ തെളിവുകളാകട്ടെ തന്റെ വൈഫിന് അയച്ചു കൊടുക്കുന്നു. കുറച്ച് CDs ആയിരുന്നു അത്. ആ വീട്ടിൽ വെച്ച് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും കാരണവശാൽ പോലീസുകാർ ഇവിടെ തിരക്കി വന്നു കഴിഞ്ഞാൽ ഈ തെളിവുകളൊന്നും കിട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് അവൻ വൈഫിന് അയച്ചു കൊടുത്തത്. അവിടെയാകട്ടെ ഇതിട്ട് കാണാനുള്ള സൗകര്യങ്ങളൊന്നും തന്നെയില്ല. ഫിലിം സോങ്സ് എന്നാണ് അതിന്റെ പുറത്ത് എഴുതിയിരിക്കുന്നത്. അതിനുള്ള എന്താണെന്ന് അവന്റെ വൈഫിന് അറിയില്ലല്ലോ. സീൻ ഇവിടെ നിന്ന് കട്ടായിട്ട് പിറ്റേന്ന് സമ്പന്നമായ ഒരു കുടുംബത്തെയാണ് കാണിക്കുന്നത്. വലിയ കാശുകാരായ അവരുടെ മകനാകട്ടെ സ്കൂളിലേക്ക് പോകാൻ നേരത്ത് ആരോ രണ്ടുപേര് വന്ന് ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നു. സംഭവം വലിയ ന്യൂസായി മാറി. അത്രയധികം കാശുകാരായതുകൊണ്ട് തന്നെ കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് പോലീസുകാർക്ക് പ്രഷർ വരാൻ തുടങ്ങി. എന്നാൽ തലേന്ന് രാത്രി തന്റെ മകളെ തട്ടിക്കൊണ്ടുപോകാൻ ഒരാൾ ശ്രമിച്ച കാരണം പാണ്ഡ്യയാകട്ടെ ചുംകിയുടെ കേസ് ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു. അവളുടെ അച്ഛനോട് സംസാരിച്ച ശേഷം അവൾ ലാസ്റ്റ് ആയിട്ട് പോയത് ബൽബീറിന്റെ വീട്ടിലേക്കാണെന്ന് മനസ്സിലാക്കി. പാണ്ഡ്യ അവിടേക്ക് ചെല്ലുന്നു. എന്നാൽ ബൽബീർ സിംഗ് ആകട്ടെ ധനികനാണെന്നുള്ള ആ ഹുങ്ക് അയാളുടെ മുന്നിൽ കാണിക്കാൻ തുടങ്ങി. നിനക്ക് മുകളിലുള്ള പോലീസ് ഓഫീസേഴ്സുമായിട്ടും മന്ത്രിയുമായിട്ടും കളക്ടറുമായിട്ടും ഒക്കെ എനിക്ക് ബന്ധമുണ്ട് എന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ചുംകി ലാസ്റ്റ് ഇവിടേക്കാണ് വന്നത്. എന്നാൽ അവൾ തിരിച്ചു വന്നിട്ടില്ല. ഇത് കേട്ട ബൽബീർ പറയുന്നുണ്ട് അവളെ ഇവിടേക്ക് ഞാൻ വിളിച്ചിരുന്നു, പക്ഷെ അവൾ വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന്. നിങ്ങൾ എന്തിനാ ചുംകി ഇങ്ങോട്ട് വിളിച്ചെന്ന് ചോദിക്കുമ്പോൾ ബൽബീർ ആ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. അവളൊരു പ്രോസ്റ്റിറ്റ്യൂട്ടാ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാറുണ്ട്. ദേ ഇയാൾക്കാണ് ഞാൻ അവൾക്ക് വേണ്ടി കാശ് കൊടുക്കാറുള്ളത്. 30,000 രൂപ ഫിക്സഡ് ആയിട്ടാണ് ഞാൻ എല്ലാ മാസവും കൊടുക്കുന്നത്. പോരാഞ്ഞിട്ട് വരുന്ന രാത്രിയെല്ലാം തന്നെ അവൾക്ക് വേറെ ക്യാഷും കൊടുക്കും. ഇത് കേട്ടതും പാണ്ഡ്യ ഞെട്ടി. ഈ ഒരു കാര്യം പാണ്ഡ്യക്ക് അറിയില്ലായിരുന്നു. ചുംകിയുടെ അച്ഛൻ തന്നെയാണ് അവളെ ഇങ്ങനെയൊക്കെ വിടുന്നതെന്ന് അറിഞ്ഞ പാണ്ഡ്യയാകട്ടെ ദേഷ്യത്തിൽ അയാളെ കുറെ അടിക്കുന്നു. ആ സമയത്ത് ബൽബീർ പോലീസിലുള്ള തന്റെ ഫ്രണ്ടിനെ വിളിക്കുകയും പാണ്ഡ്യക്ക് ഫോൺ കൊടുക്കുകയും ചെയ്യുന്നു. തന്റെ സീനിയറായ അയാളുടെ കയ്യിൽ നിന്ന് പാണ്ഡ്യക്ക് ഒരുപാട് വഴക്ക് കേൾക്കുന്നുണ്ട്. ബൽബീറിന്റെ വീട്ടിലേക്ക് അന്വേഷണമായിട്ട് ചെന്നതിന്. പാണ്ഡ്യ ഇങ്ങനെ നാണം കെട്ടു പോകുന്നതെല്ലാം കണ്ടിട്ട് പ്രേമിന് ചിരി വരുന്നുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ തിരിച്ചെത്തിയതും പാണ്ഡ്യക്ക് സീനിയർ ഓഫീസറിന്റെ ഒരുപാട് വഴക്ക് കേൾക്കുന്നു. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ കേസ് അന്വേഷണം നടക്കാതെ ആ സമ്പന്ന കുടുംബത്തിലെ മകനെ കാണാതായ കേസ് അന്വേഷിക്കാനാണ് അയാൾ പറയുന്നത്. ആ ഏരിയയിൽ നിന്ന് ഒരുപാട് പിള്ളേരെ ഇങ്ങനെ കാണാതാകാറുണ്ട്. അതൊക്കെ വീട്ടുകാർ തന്നെ പലർക്കും വിൽക്കുന്നതാണ്. അതുകൊണ്ട് അതൊന്നും അന്വേഷിക്കാനേ നിൽക്കണ്ട. അങ്ങനെ പാണ്ഡ്യയും ആകെ മനസ്സുമെടുത്തിട്ട് തിരിച്ചു വന്ന് തന്റെ ചെയറിലിരിക്കുന്നു. അപ്പോൾ കോൺസ്റ്റബിൾ വന്ന് പറയുന്നുണ്ട് ചുംകിയെ ബൽബീറിന്റെ വീട്ടിൽ കൊണ്ടാക്കിയ ആ ഓട്ടോക്കാരനെ പിടിച്ചു വെച്ചിട്ട് കുറേയായി, അയാളെ പറഞ്ഞു വിട്ടേക്കട്ടെ എന്ന്. ആ വിട്ടേക്കാൻ പാണ്ഡ്യയും പറയുന്നു. അയാൾ പോകാൻ നേരത്ത് അയാളുടെ ഫോണും എടുത്ത് അയാളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴാണ് പാണ്ഡ്യ അത് തിരിച്ചു വാങ്ങുന്നത്. എന്നിട്ട് അതിന്റെ കോൾ ലിസ്റ്റ് ഒക്കെ നോക്കുമ്പോഴാകട്ടെ അതിൽ ബൽബീർ സിംഗിന്റെ വീട്ടിലെ ജോലിക്കാരൻ പ്രേമിന്റെ കോൾ ലിസ്റ്റും ഉണ്ടായിരുന്നു. പ്രേം എന്തിനായിരിക്കും ഓട്ടോക്കാരനെ വിളിക്കേണ്ട കാര്യം? കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ആ ഓട്ടോക്കാരൻ പറയുന്നത് അത് തന്റെ ഫോണല്ല ചുംകിയുടെ ഫോണാണെന്ന്. ചുംകിയെ ബൽബീറിന്റെ വീട്ടിലേക്ക് വിളിച്ചത് പ്രേമായിരുന്നു. എന്നും ബൽബീറിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും ഈ ഓട്ടോക്കാരനാണ്. എന്നാൽ അന്ന് കൊണ്ടാക്കിയ ശേഷം കുറച്ചു കഴിഞ്ഞിട്ട് പ്രേം വന്ന് ചുംകിയുടെ ഫോൺ ഇയാളുടെ കയ്യിൽ കൊടുത്തിട്ട് ഇയാളോട് പറഞ്ഞു പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഇത് കളഞ്ഞേക്കാൻ, ചുംകി ഇന്ന് വരുന്നില്ല എന്ന്. എന്നാൽ അയാളാകട്ടെ ആ ഫോൺ കളയാതെ കയ്യിൽ സൂക്ഷിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ തെളിവ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പാണ്ഡ്യയുടെ സംശയം പ്രേമിലേക്കാണ് നീങ്ങുന്നത്. പാണ്ഡ്യ
കണ്ടെത്തി ഈ കാര്യങ്ങളെല്ലാം തന്നെ അവന്റെ മേലുദ്യോഗസ്ഥൻ രസ്തോഗിയുടെ അടുത്ത് പോയി പറയുന്നു. എന്നാൽ അയാൾ വീണ്ടും പാണ്ഡെ വഴക്ക് പറയുന്നു. ബൽബീറിനെ പിടിക്കാൻ പറ്റാത്ത കാരണം കുറ്റങ്ങളെല്ലാം അയാളുടെ വേലക്കാരന്റെ തലയിൽ വെച്ചിട്ട് വേലക്കാരനിലൂടെ ബൽബീറിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള ശ്രമമല്ലേ താൻ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അയാൾ പറയുന്നത്. കേസിന്റെ പിറകെ പോകരുതെന്ന് പറഞ്ഞിട്ട് നീ പോയി, അതുകൊണ്ട് ഇതാ പിടിച്ചോ നിനക്ക് സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ട് രസ്തോഗി പാണ്ഡെയെ സസ്പെൻഡ് ചെയ്യുന്നു. പിന്നീട് ന്യൂസിൽ കാണിക്കുന്നുണ്ട് ആ പണക്കാരന്റെ വീട്ടിലെ കുട്ടിയെ 48 മണിക്കൂറിനുള്ളിൽ അവർ കണ്ടെത്തിയെന്ന്. പാവപ്പെട്ടവരുടെ കേസ് അന്വേഷിക്കാൻ ആരും തന്നെ കൂട്ടാക്കുന്നില്ല. സസ്പെൻഷനിലായ പാണ്ഡെ ആകട്ടെ ഈ കേസ് വിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ ഫുൾ ടൈം പ്രേമിനെ വാച്ച് ചെയ്യാൻ തുടങ്ങി. രാത്രിയിൽ ചോട്ടാലാല വന്ന് പ്രേമിനെ കാണുന്നതെല്ലാം തന്നെ പാണ്ഡെ കാണുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ പാണ്ഡെ ആകട്ടെ തന്റെ കൂടെ ജോലി ചെയ്യുന്ന പതക്കിനോട് പറയുന്നുണ്ട്. അയാൾ ഒരു കോൺസ്റ്റബിൾ ആയിരുന്നു. ഈ പാണ്ഡെയുടെ ആദ്യത്തെ ഒരു സ്വഭാവമില്ലേ, അത് തന്നെയാണ് ഇയാൾക്കുമുള്ളത്, മേലുദ്യോഗസ്ഥരെ പ്രീതിപ്പെടുത്തി ജീവിക്കുക. അങ്ങനെ ഇരിക്കെ പാണ്ഡെക്ക് സസ്പെൻഷൻ അടിച്ചു കൊടുത്ത ആ DCP രസ്തോഗി ആകട്ടെ പ്രൊമോഷൻ കിട്ടി അവിടെ നിന്നും സ്ഥലം മാറിപ്പോയി. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാകട്ടെ പതക്ക് അവിടെ ചോട്ടാലാലിനെ കാണുന്നുണ്ട്. ആംബുലൻസ് ഡ്രൈവർ ആയിരുന്നു അയാള്. അന്ന് പ്രേം പാണ്ഡെയുടെ മകളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സമയത്ത് പാണ്ഡെ പ്രേമിന്റെ പുറകെ പോയിരുന്നല്ലോ. അപ്പൊ മകളെയും കൊണ്ട് ആംബുലൻസിൽ പോയത് പതക്കായിരുന്നു. ഇത് കണ്ടതോടുകൂടി പാണ്ഡെക്ക് ഉറപ്പായി ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന പരിപാടി നടത്തുന്നതെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്നിട്ട് ചോട്ടാലാലിനെ അവിടെ നിന്നും കടത്തുന്നു. എന്നിട്ട് അയാളെ ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. കുറച്ച് ഉപദ്രവിച്ചപ്പോൾ അവൻ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. ഇതിന്റെ പിന്നിലെല്ലാം പ്രേം തന്നെയാണ്. പിന്നീട് കാണിക്കുന്നത് അവിടെ ഡൽഹിയിലേക്ക് പുതിയൊരു ഓഫീസർ ചാർജ് എടുക്കുന്നതാണ്. ഇയാൾ ആ രസ്തോഗിയെ പോലൊന്നുമല്ല, നല്ല മാനായ ഒരു ഓഫീസറാണ്. അയാൾ അവിടെ ജോയിൻ ചെയ്യാൻ വരുമ്പോഴാകട്ടെ രസ്തോഗി അവിടെ നിന്ന് പോകാൻ നിൽക്കുകയായിരുന്നു. പാണ്ഡെ ഇപ്പോഴും ഈ കേസ് അന്വേഷിക്കുന്ന മനസ്സിലാക്കിയ രസ്തോഗി ആകട്ടെ തിരിച്ചു പോകുന്ന വഴിക്ക് ബൽബീറിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ശ്രാവൺ കുമാർ എന്ന് പറയുന്ന ഒരാളുടെ നമ്പർ എടുപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ശ്രാവണിനെ വിളിച്ചിട്ട് പറയുന്നു, മേലുദ്യോഗസ്ഥർ പറയുന്ന കേട്ടിട്ട് ജീവിതം മെച്ചപ്പെടുത്താനാണോ ആഗ്രഹം, അതോ സത്യസന്ധയുടെ പേരും പറഞ്ഞിട്ട് ജീവിതം തൊലയ്ക്കാനാണോ ആഗ്രഹമെന്ന്. അതും പോരാഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെയും ഇയാൾ വിളിക്കുന്നതായിട്ട് കാണിക്കുന്നു. മനുഷ്യരെ കൊന്നു കത്തിച്ച് കളയുന്ന ആൾക്കാരായിരുന്നു അത്. പാണ്ഡെ അപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും സൈക്കിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ചേർന്നിട്ട് നേരത്തെ പിടിച്ച ചോട്ടാലാലിനെ കാണാൻ വേണ്ടി പോകുന്നു. എന്നാൽ ഇവരിവിടെ എത്തുന്നതിന് മുൻപ് തന്നെ നേരത്തെ കാണിച്ച ആ ആൾക്കാർ വന്നിട്ട് ചോട്ടാലാലിനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയിരുന്നു. ചോട്ടാലാലിനെ കടത്തിക്കൊണ്ടുപോയ കാരണം പാണ്ഡെ ആകെ ദേഷ്യം വന്ന് നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് അയാൾക്കറിയില്ല. എന്നാൽ ആ മേലുദ്യോഗസ്ഥന് പാണ്ഡെ പറയുന്ന കാര്യങ്ങൾ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് പ്രേമിനെ അറസ്റ്റ് ചെയ്യാൻ അയാൾ പറയുന്നു. അതിനിടയ്ക്ക് ആ കോൺസ്റ്റബിൾ പതക്കിനിട്ട് 2 അടിയും കൊടുക്കുന്നുണ്ട് പാണ്ഡെ. ചോട്ടാലാലിനെ നോക്കാൻ ഇവനെയാണ് ഏൽപ്പിച്ചത്. എന്നാൽ ഇവനാകട്ടെ അതിന്റെ ഇടയ്ക്ക് ആഹാരം കഴിക്കാൻ പോയിക്കുന്നു. പ്രേമിനെ അവരാകട്ടെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുത്തിയിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പാണ്ഡെ അവിടേക്ക് വന്നതും പ്രേമാകട്ടെ അങ്ങോട്ട് കയറി പാണ്ഡെയോട് പറയുന്നുണ്ട്, സാർ എന്നോട് ക്ഷമിക്കണം, നിങ്ങളുടെ മകളാണ് അതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കില്ലായിരുന്നു എന്ന്. ഞങ്ങൾക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് അവര് പറയുന്നു. എന്നാൽ പ്രേം പറയുന്നുണ്ട്, അയ്യോ എനിക്ക് ഒട്ടും സമയമില്ല, എനിക്ക് കോടീശ്വരം പരിപാടി കാണണം. ഒരു സ്ത്രീ ആകട്ടെ ഇന്ന് 1 കോടി അടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ആ എപ്പിസോഡ് മിസ്സാക്കാൻ പറ്റില്ല. വേണമെങ്കിൽ അത് തുടങ്ങുന്നതിന് മുൻപ് കുറച്ചു നേരം നിങ്ങൾക്ക് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാം. പെട്ടെന്ന് വേണം, എനിക്ക് ഇവിടെ നിന്ന് പോയേ പറ്റൂ. ചുങ്കി എവിടെയെന്ന് പാണ്ഡെ ചോദിക്കുന്നു. അപ്പൊ സാർ അറിഞ്ഞില്ലേ, അവൾ ഓൾറെഡി മരിച്ചല്ലോ. ഇത് കേട്ട് പാണ്ഡെ ഞെട്ടുന്നു. എങ്ങനെ മരിച്ചു? ഞാൻ തന്നെ അവളെ കൊന്നതെന്നാണ് പ്രേം പറയുന്നത്. അവനാ പറയുന്നതിൽ ഒന്നും തന്നെ ഒരു കൂസലുമില്ലായിരുന്നു. എന്തോ വലിയ കാര്യം ചെയ്ത പോലെയാണ് അവൻ അഭിമാനത്തോടെ പറയുന്നത് താനാണ് അവരെയൊക്കെ കൊന്നതെന്ന്. അവളെ കൊല്ലണമെന്നൊന്നും തന്നെ ഞാൻ വിചാരിച്ചതല്ല, പക്ഷെ എനിക്ക് കൊല്ലാൻ തോന്നി. അവൾക്ക് എന്നെ ഒരു റെസ്പെക്റ്റുമില്ല. എനിക്ക് അവളോട് ഭയങ്കര പ്രണയമായിരുന്നു. മുതലാളിയുടെ കൂടെ അവൾ എന്തായാലും കിടക്കും. ഒരു ദിവസം എന്റെ കൂടെ കിടക്കാൻ ഞാൻ അവളോട് പറഞ്ഞു. എന്നാൽ അവള് പറഞ്ഞത് നിന്റെയൊന്നും കൂടെ കിടക്കേണ്ട ഗതികേട് എനിക്കായിട്ടില്ല എന്നാണ്. കാശല്ലേ നിനക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് കാശ് കൊടുത്തിട്ട് പോലും അവൾ എന്റെ കൂടെ കിടക്കാൻ കൂട്ടാക്കിയില്ല. എന്നെ ഒരുപാട് അപമാനിച്ചു. ആ ദേഷ്യം കൊണ്ടാണ് ഞാൻ അവളെ കൊന്നു കളഞ്ഞത്. അന്ന് മുതലാളിയുടെ വീട്ടിൽ കസ്റ്റമർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ വിളിച്ചു വരുത്തിയത്. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിക്കാൻ കൊടുത്തിട്ട് ബാക്കിലൂടെ വന്നിട്ട് അവളെ കഴുത്ത് ഞെരിച്ച് ഞാൻ കൊന്നു. മാന്യമായിട്ട് ചോദിച്ചപ്പോ അവൾ എന്റെ കൂടെ കിടക്കാൻ തയ്യാറായില്ല. അത് കാരണം അവളുടെ ഡെഡ് ബോഡിയെ ഞാൻ അങ്ങ് റേപ്പ് ചെയ്തു. അതിനുശേഷം അവളുടെ ബോഡി വെട്ടി കഷ്ണങ്ങളാക്കി കുറെ ഞാൻ കഴിച്ചു, ബാക്കി കൊണ്ട് കളഞ്ഞു. അവളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായോണ്ട് അവളുടെ ബോഡി ഞാൻ വിൽക്കാൻ നിന്നില്ല. അവളെ മാത്രമല്ല, പണ്ടെന്നെ ഉപദ്രവിച്ച എന്റെ അങ്കിളിന്റെ ബോഡി വരെ ഞാൻ വെട്ടി കഷ്ണമാക്കിയിട്ട് അയാളുടെ ലിവർ കഴിച്ചിട്ടുണ്ട്. പിന്നാണോ ഇവളൊക്കെ? ഇതെല്ലാം കേട്ടിട്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ് പാണ്ഡെയും ആ സീനിയർ ഓഫീസറും. അവർക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. മനുഷ്യന്മാരെ വെട്ടി നുറുക്കി തിന്നിട്ടാണ് അവൻ ഇത്ര സിമ്പിൾ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചുങ്കിയെ മാത്രമല്ല, ഈ നാട്ടിൽ നിന്ന് ഒരുപാട് പിള്ളേരെ ഞാൻ ഇതുപോലെ കൊണ്ടുപോയി ചെയ്തിട്ടുണ്ട്. എത്ര പേരെ നീ ഇങ്ങനെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോ അവൻ ഇങ്ങനെ ഓരോരുത്തരും പേര് പറഞ്ഞ് കണക്കെടുക്കുന്നു. പിന്നെ അലി എന്നൊരു പയ്യനില്ലേ, സാറന്ന് 100 രൂപ അവന് കൊടുത്തില്ലേ ഒരു കൈ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് അവനെ ഞാനാണ് കൊന്നത്. ഏകദേശം ഒരു 22 മുതൽ 24 പേരെ ഞാൻ ഇങ്ങനെ കൊന്നിട്ടുണ്ട്. ഞാൻ കേട്ട് ദേഷ്യം വന്ന പാണ്ഡെയാകട്ടെ കോളറിനെ പിടിച്ച് അവനെ ഒരു അടിയടിക്കുന്നു. സാറിനെ വിട്ടേക്ക്, ഞാൻ നിങ്ങളുടെ മകളെ ഒന്നും തന്നെ ചെയ്തില്ലല്ലോ, പിന്നെന്തിനാ നിങ്ങൾ ഇത്ര ചൂടാവുന്നത്? നിങ്ങളുടെ മകളും ഈ നാട്ടിലെ പാവപ്പെട്ട പിള്ളേരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവർക്ക് ജീവിച്ചാലും എത്ര കാലം ഇങ്ങനെ ജീവിക്കാനാണ്? വല്ല ഓടയുടെ സൈഡിലും പാലത്തിന്റെ അടിയിലൊക്കെ പോയി കുറച്ചു നാൾ ജീവിക്കും, എന്നിട്ട് എവിടെയൊക്കെ കിടന്ന് ചത്തുപോകും. അതുകൊണ്ട് ഇവരുടെ ഒന്നും ലൈഫിന് ഒരു വാല്യൂമില്ല. പക്ഷേ ഇവരുടെ മാംസം വെട്ടിനുറുക്കി വിറ്റ് കഴിഞ്ഞാൽ നല്ല കാശ് കിട്ടും. അവസാനമായിട്ട് അവർ ചോദിക്കുന്നുണ്ട്, ബൽബീറിന് ഈ കൊലപാതകങ്ങളുമായിട്ട് ബന്ധമുണ്ടോ എന്ന്. ഇത് കേട്ടതും പ്രേം പറയുന്നു, എനിക്ക് ചോദ്യം ഇഷ്ടപ്പെട്ടില്ല, വേറെ ചോദ്യം ചോദിക്കാൻ. ഇതിനുത്തരം ഞാൻ പറയില്ല എന്ന്. അതേസമയം ചോട്ടാലാലിനെ തട്ടിക്കൊണ്ടുപോയവരാകട്ടെ അവനെ വെട്ടിനുറുക്കി കത്തിക്കുന്നതും കാണിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം പിന്നിൽ ബൽബീർ തന്നെയായിരുന്നു. പ്രേം
പ്രേം പുറത്തുണ്ടായിരുന്നെങ്കിൽ പ്രേമിന്റെ അവസ്ഥ ഇതായിരിക്കും. ഈ ടൈമിൽ പ്രേമിനെ അവർ സെല്ലിൽ അടച്ചിരിക്കുകയാണ്. പ്രേം അവിടെ കിടന്ന് ഓരോ ബഹളം, എനിക്ക് കോടീശ്വരം കാണണം. അവന്റെ ബഹളം കേട്ട് ദേഷ്യം വന്ന് പാണ്ഡെയാകട്ടെ അവിടെ ഉണ്ടായിരുന്ന TV വെച്ച് അതിന്റെ വോളിയം കൂട്ടി വെക്കുന്നു. പ്രേം അവിടെ ഇരുന്ന് തന്നെ അതെല്ലാം കേൾക്കുന്നുണ്ട്. അവൻ ആഗ്രഹിച്ച പോലെ തന്നെ അന്നൊരു സ്ത്രീ 1 കോടി അടിക്കുന്നു. ഇത് കണ്ട് അവൻ ഒരുപാട് സന്തോഷമായി. പിറ്റേന്ന് പാണ്ഡെ അവനെ കൊണ്ട് തെളിവെടുപ്പിന് പോകുന്നുണ്ട്. പലപ്പോഴായിട്ട് കൊന്നു തള്ളിയ കുട്ടികളുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ അവിടുത്തെ ചാലുകളിൽ നിന്നും അവർ കണ്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് വീടിന്റെ പല ഏരിയകളിലും അവൻ ഇതുപോലെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പോലീസുകാർ അത് കുഴിക്കാൻ നേരത്ത് അവൻ പറയുന്നുണ്ട്, സാർ അവിടെയല്ല, ഇവിടെയാണ് ഞാൻ കുഴിച്ചു തരാമെന്ന്. എന്നിട്ട് അവൻ തന്നെ ആ മൺവെട്ടി വാങ്ങി കുഴിച്ച് അവർക്ക് സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നു. അതിൽ ചുംകിയുടെ പേഴ്സും ഉണ്ടായിരുന്നു. അവളുടെ വീട്ടുകാർ അത് കണ്ട് നിലവിളിക്കാൻ തുടങ്ങി. വൈകാതെ പ്രേമിന്റെ കൂടെ ബൽബീർ സിംഗിനെ അവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. അങ്ങനെ പിന്നീട് കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. ഇതൊക്കെ വലിയ ചർച്ചാ വിഷയമായി. കുറച്ച് കഴിഞ്ഞപ്പോഴാകട്ടെ ഇൻസ്പെക്ടർ പാണ്ഡെ അധികാരത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ബൽബീർ സിംഗ് നൈസായിട്ട് കേസിൽ നിന്നും ഊരിപ്പോകുന്നു. അയാൾക്കെതിരെ ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാതെ ബൽബീറിനെ കൊടുക്കാൻ വേണ്ടി പാണ്ഡെ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അയാളെ സസ്പെൻഡ് ചെയ്തത്. എല്ലാത്തിനും പാണ്ഡെയുടെ കൂടെ നിന്ന് ആ സീനിയർ ഓഫീസറിനാകട്ടെ പ്രൊമോഷനും കിട്ടി. ബൽബീർ സിംഗ് ആകട്ടെ കേസിൽ നിന്ന് നൈസായിട്ട് ഊരിപ്പോയി. പാണ്ഡെ ആ സമയം കൊണ്ട് പ്രേമിനെ ഒന്നുകൂടി പോയി കാണുന്നു. ശരിക്കും ബൽബീറിന് ഈ കേസുമായിട്ട് ബന്ധമുണ്ടോ എന്ന് അവനോട് ചോദിക്കുന്നു. എന്നാൽ പ്രേമാകട്ടെ ബൽബീർ തന്നെ രക്ഷിക്കാൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ബൽബീർ തന്നെ രക്ഷിക്കാനൊന്നും വരില്ല എന്നും അയാളുടെ ജോലി നോക്കി പോയെന്നുമാണ് പാണ്ഡെ പറയുന്നത്. പിന്നെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്ന കാശും എത്തുന്നില്ല എന്ന് പ്രേം പാണ്ഡെയിൽ നിന്നും അറിയുന്നു. അത് കാരണം അവൻ പറയുന്നുണ്ട് തന്റെ വീട്ടിൽ കുറച്ച് തെളിവുകൾ ഉണ്ടെന്ന്. എവർഗ്രീൻ സോങ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് CDs ഉണ്ട്. പിറ്റേന്ന് തന്നെ പാണ്ഡെ ആകട്ടെ പ്രേമിന്റെ നാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. കോൺസ്റ്റബിളിന്റെ സഹായത്തോടു കൂടി ഒരു ലാപ്ടോപ്പ് സംഘടിപ്പിച്ചാണ് അയാൾ പോകുന്നത്. അവിടെ പ്രേമിന്റെ വീട്ടിലെത്തി അവിടെ നിന്നും CD-കൾ എടുത്ത് പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ അയാൾ ശരിക്കും ഞെട്ടിപ്പോയി. അതിലെല്ലാം തന്നെ അവർ ചെയ്ത ക്രൂരകൃത്യങ്ങളായിരുന്നു. ബൽബീർ സിംഗ് പല സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുന്ന വീഡിയോസും അതിലുണ്ടായിരുന്നു. തെളിവുകളും എടുത്തുകൊണ്ട് പാണ്ഡെ തിരിച്ച് അവിടെ നിന്നും പോകാൻ വേണ്ടി ബസ് നോക്കി നിൽക്കുകയാണ്. എന്നാൽ ഒരു ബസ് പോലും വന്നില്ല. ഒടുവിൽ വന്ന വണ്ടിക്ക് ലിഫ്റ്റ് ചോദിച്ച് അയാൾ അതിൽ കയറുന്നു. എന്നാൽ അതാകട്ടെ നേരത്തെ ചോട്ടാലാലിനെ തട്ടിക്കൊണ്ടുപോയി കൊന്ന ആൾക്കാരായിരുന്നു. അവർ പാണ്ഡെയും കൊല്ലുന്നു. ബൽബീർ സിംഗിന്റെ എതിരെ ഉണ്ടായിരുന്ന തെളിവ് അവർ നശിപ്പിച്ച് കളയുകയും ചെയ്തു. പിന്നീട് കാണിക്കുന്നത് 6 മാസങ്ങൾക്ക് ശേഷമുള്ള കഥയാണ്. ഇപ്പോൾ ആ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ആകട്ടെ പതക്കാണ്. താഴെയുള്ള ഉദ്യോഗസ്ഥരോടെല്ലാം തന്നെ അയാൾ മോശമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അയാളുടെ പൂർണ്ണമായിട്ടുള്ള പേര് കാണിക്കുന്നത്. ശ്രാവൺ കുമാർ പതക് എന്നായിരുന്നു. ഇടയ്ക്ക് രസ്തോഗി ഒരു പോലീസുകാരനെ വിളിച്ചിട്ട് സംസാരിക്കുന്നത് നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നീ മേലുദ്യോഗസ്ഥരെ പറഞ്ഞു നിന്ന് ജീവിതം മെച്ചപ്പെടുത്താനാണോ ആഗ്രഹിക്കുന്നത്, അതോ സത്യസന്ധതയുടെ പുറകെ പോയി ജീവിതം നശിപ്പിക്കാനാണോ ആഗ്രഹിക്കുന്നതെന്ന്. ശരിക്കും രസ്തോഗി ശ്രാവണിനെ വിലക്കെടുത്തിരുന്നു. അത് കാരണം പാണ്ഡെ നടത്തുന്ന എല്ലാ കാര്യങ്ങളും രസ്തോഗിയെ ശ്രാവണാണ് അറിയിച്ചുകൊണ്ടിരുന്നത്. അതുവഴി ബൽബീർ പറഞ്ഞു. അങ്ങനെയാണ് ആ വഴിയിൽ വെച്ചിട്ട് പാണ്ഡെയെ അവർ കണ്ടെത്തുകയും കൊല്ലുകയും ചെയ്യുന്നത്. കൂടെ നിന്ന് പാണ്ഡെ ചതിച്ചത് പതക് തന്നെയായിരുന്നു. ആ സ്റ്റേഷനിലെ മിസ്സിംഗ് കേസുകളുടെ കൂട്ടത്തില് പാണ്ഡെയുടെ കേസും വന്നിരിക്കുന്നത് നമുക്ക് കാണാം. വീണ്ടും കുറച്ച് നാളുകൾ കടന്നുപോയി. ആ സ്റ്റേഷനിലെ സത്യസന്ധനായ ഒരു കോൺസ്റ്റബിളിന്റെ വീടാണ് കാണിക്കുന്നത്. അയാൾ പത്രം വായിക്കുമ്പോൾ അതിൽ പാണ്ഡെയെ കൊന്ന 3 പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് കാണുന്നത്. ആ സമയത്ത് അയാൾക്കൊരു കൊറിയർ വരുന്നു. അതിനുള്ളിൽ വീണ്ടും മോർ എവർഗ്രീൻ സോങ്സ് എന്ന CD ആണ് ഉണ്ടായിരുന്നത്. അതിനർത്ഥം ബൽബീറിനെതിരെ ഇനിയും തെളിവുകളുണ്ട് എന്ന് തന്നെയാണ്. അത് കാരണം കേസ് ആ തെളിവുകൾ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നായിരിക്കാം അതുകൊണ്ട് കാണിക്കുന്നത്. എന്തായാലും മൂവി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതൊരു റിയൽ ഇൻസിഡൻസിനെ ബേസ് ചെയ്തെടുത്ത കഥയായതുകൊണ്ട് തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഉള്ളതാണ്. എന്നാൽ ചിലതൊക്കെ അവർ സ്റ്റോറിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇതിലെ റിയൽ കേസിൽ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? മതിയായ തെളിവുകൾ ഇല്ല എന്ന പേരില് കുറ്റവാളികളെ എല്ലാം തന്നെ കോടതി വെറുതെ വിട്ടു. അതായത് കുട്ടികളെ ഇത്ര ക്രൂരമായിട്ട് കൊന്ന ആ സൈക്കോയെ തെളിവുകളില്ലാത്തതിന്റെ പേരിൽ വെറുതെ വിട്ടിരിക്കുന്നു. എന്താ ചെയ്യാല്ലേ? എന്താണെങ്കിലും ഈ സിനിമയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.